രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ സൈബർ അധിക്ഷേപ പരാതിയിൽ സാമൂഹ്യ പ്രവർത്തകനായ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത നടപടി ഇരട്ടത്താപ്പ് എന്ന ആരോപണം ശക്തമാക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തിത്വം തുറന്നു കാട്ടിയെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ കേസിലെ മറ്റു സാധ്യതകളെ അവഗണിക്കുന്നതിൽ രാഷ്ട്രീയ ദുരുദ്ദേശമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഈശ്വറിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം നിലവിലെ സർക്കാരിനെതിരെ ഉയരുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് എന്നും ഇതിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രമാണെന്നും വ്യക്തമാണ്. യുവതിയുടെ വ്യക്തി വിവരങ്ങൾ സമൂഹത്തിന് വ്യക്തമാകും വിധം പ്രചരിപ്പിച്ച വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെയും പ്രമുഖ വാർത്താ ചാനലിനെതിരെയും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. അവിടെയാണ് ഈ ഇരട്ടത്താപ്പ് സത്യമാണെന്ന് തെളിയുന്നത്. രാഹുൽ ഈശ്വർ മാത്രമാണ് ഇപ്പോൾ കുറ്റക്കാരൻ. അങ്ങനെയെങ്കിൽ സമാനമായ പങ്ക് വഹിക്കുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഒഴിവാക്കുന്നതിലെ വൈരുദ്ധ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. യുവതിയെ വ്യക്തിഹത്യ ചെയ്ത് അപകീർത്തിപരമായ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വഴിയൊരുക്കിയ മാധ്യമപ്രവർത്തകയും പ്രമുഖ മാധ്യമ സ്ഥാപനത്തെയും നിയമ നടപടിയിൽ നിന്നും ഒഴിവാക്കുന്നത് നീതീകരിക്കാനാകില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. എങ്കിൽ സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകുകയും രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത വ്യക്തികളെ മാത്രം വേട്ടയാടുകയും ചെയ്യുന്നത് നീതി നിഷേധം തന്നെയാണ്. രാഷ്ട്രീയ ബന്ധങ്ങളോ സ്ഥാപനപരമായ സ്വാധീനമോ പരിഗണിക്കാതെ സൈബർ അധിക്ഷേപം നടത്തിയ എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനും പോലീസിനും നട്ടലുണ്ടാകണം. തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കാൻ ഇത്തരത്തിലുള്ള താൽക്കാലികമായ വഴിതിരിച്ചുവിടൽ തന്ത്രങ്ങൾ വിലപ്പോയില്ല. നീതി നിഷ്പക്ഷമാണെന്ന് തെളിയിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതേസമയം രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു എന്ന വാർത്തകളും പുറത്തു വരികയാണ്. രാഹുലിന്റെ വീട്ടിൽ നിന്നും തെളിവെടുപ്പിനിടെയാണ് ലാപ്ടോപ്പ് കണ്ടെടുത്തത്. വീട്ടിലെ തെളിവ് ശേഖരണം പൂർത്തിയായി കഴിഞ്ഞു. കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറസ്റ്റിലാകും മുൻപ് രാഹുൽ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ലാപ്ടോപ്പ് ഒളിപ്പിച്ചു വെക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. പോലീസ് തന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നും ലാപ്ടോപ്പ് ചോദിച്ചപ്പോൾ ഓഫീസിലാണെന്ന് ഞാൻ പറഞ്ഞെന്നും രാഹുൽ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ശേഷം താൻ ലാപ്ടോപ്പ് എടുത്തു മാറ്റട്ടെ എന്ന് പറയുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോ ചെയ്യുന്നതിന് അവസാനിപ്പിക്കില്ല എന്നും തെളിവെടുപ്പിനിടെ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ വ്യക്തി വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം എത്തിയത്. അതേസമയം മാങ്കൂട്ടം കേസ് കൂടുതൽ വഴിത്തിരിവുകളിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുങ്ങിയത് സിനിമാ താരത്തിന്റെ വാഹനത്തിലാണ് എന്നാണ് സംശയം. ചുവന്ന പോളോ കാർ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം വ്യാപിപ്പിച്ചു. കേരളത്തിന് പുറത്തും അന്വേഷണം നടക്കുന്നുണ്ട്.